അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും സജീവമായ പട്ടണങ്ങൾക്കും പേരുകേട്ടതാണ് കേരളം. അതിനാൽ ദൈനംദിന ജീവിതത്തിന് ഗതാഗതം അത്യന്താപേക്ഷിതമാണ്. സമീപ വർഷങ്ങളിൽ സ്വകാര്യ വാഹന ഉടമസ്ഥതയിലെ കുതിച്ചുചാട്ടം ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമായി. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു. ഇത് കൂടുതൽ യാത്രാസമയത്തിനും ജീവിത നിലവാരം കുറയുന്നതിനും കാരണമാകുന്നു. കാർ എമിഷൻ വായുവിന്റെ ഗുണനിലവാരം മോശമാകുന്നതിന് ഗണ്യമായ സംഭാവന നൽകുന്നതിനാൽ മലിനീകരണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് പ്രകൃതി വിഭവങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ഉയർന്ന ഇന്ധന ഉപയോഗത്തിനും പാരിസ്ഥിതിക നാശത്തിനും കാരണമാകുകയും ചെയ്യുന്നു. നമ്മൾ ഒരു സമൂലമായ മാറ്റം ചിന്തിക്കുക. കേരളത്തിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. ഇത് സംസ്ഥാനത്തിന്റെ ഗതാഗത സംവിധാനത്തെ പൂർണ്ണമായും പരിവർത്തനം ചെയ്യും. കൂടാതെ എല്ലാവർക്കും ഗതാഗതത്തിനുള്ള ഒരു പുതിയ മാർഗവുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട്. ആളുകൾക്ക് പൊതുഗതാഗതം, ഷെയർഡ് ട്രാവൽ, ബൈക്കിംഗ്, വാക്കിംഗ് തുടങ്ങിയ മോട്ടോർ ഇതര രീതികളെ മാത്രം ആശ്രയിക്കേണ്ടി വരും. ഈ പ്രധാന മാറ്റത്തെ ഉൾക്കൊള്ളുന്നതിനായി പട്ടണങ്ങളും നഗരങ്ങളും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കേണ്ടതുണ്ട്. അത്തരമൊരു നയത്തിന്റെ വിവിധ പ്രത്യാഘാതങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. ഗതാഗത സംവിധാനങ്ങളിലും നഗരാസൂത്രണത്തിലും എന്ത് മാറ്റങ്ങൾ സംഭവിക്കും? ഇത് സംസ്ഥാനത്തിന് സമ്പദ് വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും ദൈനംദിന ജീവിതത്തെയും എങ്ങനെ ബാധിക്കും? ഈ ചോദ്യങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിലൂടെ സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിലൂടെയും സുസ്ഥിരവും പങ്കിട്ടതുമായ മൊബിലിറ്റി ഓപ്ഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഭാവി സ്വീകരിക്കുന്നതിലൂടെയും സാധ്യമായ നേട്ടങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച നേടാനാകും. സ്വകാര്യ വാഹനങ്ങൾ നിരോധിക്കുന്നത് എന്തുകൊണ്ട് പരിഗണിക്കുന്നു? കേരളത്തിലെ റോഡുകൾ സംസ്ഥാനത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെയും നഗര വളർച്ചയെയും കൂടുതലായി പ്രതിഫലിപ്പിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് സ്വകാര്യ വാഹനങ്ങൾ ഉള്ളതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളെയും പരിസ്ഥിതിയെയും ബാധിക്കുന്ന സുപ്രധാന വെല്ലുവിളികൾ സംസ്ഥാനം ഇപ്പോൾ നേരിടുന്നു. കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ, മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. വർദ്ധിച്ചു വരുന്ന ഗതാഗതം അവരുടെ റോഡുകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനാൽ കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ തുടങ്ങിയ നഗരങ്ങൾ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നു. ഇടുങ്ങിയ തെരുവുകളും പരിമിതമായ പാർക്കിങ്ങും സ്ഥിതിഗതികൾ വഷളാക്കുകയും തിരക്കേറിയ സമയങ്ങളിൽ കനത്ത ഗതാഗതക്കുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നു. കേരളത്തിലെ വായു മലിനീകരണത്തിന് വാഹനങ്ങളുടെ എമിഷൻ ഒരു പ്രധാന ഘടകമാണ്. ഫോസിൽ ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന കാറുകളും ബൈക്കുകളും കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് തുടങ്ങിയ ദോഷകരമായ പദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇത് വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഇത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമായി. സ്വകാര്യ വാഹനങ്ങളുടെ വൻതോതിലുള്ള എണ്ണം റോഡപകടങ്ങളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധനവിന് കാരണമായിട്ടുണ്ട്. ഓരോ വർഷവും ആയിരക്കണക്കിന് അപകടങ്ങൾ കേരളം കാണുന്നു. അവയിൽ പലതും മരണത്തിനോ ഗുരുതരമായ പരുക്കുകൾക്കോ കാരണമാകുന്നു. തിരക്കേറിയ റോഡുകൾ, അശ്രദ്ധമായ ഡ്രൈവിംഗ്, ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടൽ എന്നിവയാണ് ഇടയ്ക്കിടെയുണ്ടാവുന്ന ഈ സംഭവങ്ങൾക്കുള്ള കാരണങ്ങൾ. വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കേരളം ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ വളരെയധികം ആശ്രയിക്കുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുകയും ആഗോള ഹരിതഗൃഹ വാതക എമിഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പുനരുപയോഗിക്കാനാവാത്ത ഊർജ്ജത്തെ ആശ്രയിക്കുന്നത് ആഗോള എണ്ണവിലയിലെ മാറ്റങ്ങൾക്ക് സംസ്ഥാനം വിധേയമാകുന്നു. ലോകമെമ്പാടുമുള്ള നിരവധി നഗരങ്ങളും രാജ്യങ്ങളും സമാനമായ പ്രശ്നങ്ങൾ നേരിടുകയും സ്വകാര്യ വാഹന ഉപയോഗം പരിമിതപ്പെടുത്തിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങൾ കേരളത്തിന് ഉപയോഗപ്രദമായ പാഠങ്ങൾ നൽകുന്നു. കർശനമായ വാഹന ഉടമസ്ഥാവകാശ നിയമങ്ങൾ കാരണം സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഒന്നാണ്. ഉയർന്ന രജിസ്ട്രേഷൻ ഫീസ്, റോഡ് വില നിർണ്ണയം, പുതിയ കാർ ഉടമസ്ഥാവകാശത്തിനുള്ള പരിധികൾ എന്നിവ വാഹനങ്ങളുടെ എണ്ണം വളരെയധികം കുറയ്ക്കുകയും പകരം പൊതുഗതാഗതം ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നോർവേയിലെ ഓസ്ലോ അതിന്റെ ഡൗൺ ടൗൺ പ്രദേശത്ത് സ്വകാര്യ കാർ പ്രവേശനം പതുക്കെ പരിമിതപ്പെടുത്തുന്നു. കാർരഹിത മേഖലകൾ, കൂടുതൽ കാൽനട പാതകൾ, മെച്ചപ്പെട്ട പൊതുഗതാഗതം തുടങ്ങിയ നടപടികളിലൂടെ നഗരം എമിഷൻ ഗണ്യമായി കുറയ്ക്കുകയും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്തു. കൊളംബിയയിലെ ബൊഗോട്ടയിൽ പ്രത്യേക ദിവസങ്ങളിൽ സ്വകാര്യ കാറുകൾ നിരോധിക്കുന്ന, നടത്തം, സൈക്ലിംഗ്, പൊതുഗതാഗതം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സിക്ലോവിയ പോലുള്ള കാർരഹിത പരിപാടികൾ ബൊഗോട്ട സ്വീകരിച്ചു. ഈ സംരംഭം മറ്റ് പല നഗരങ്ങളെയും സമാനമായ ശ്രമങ്ങൾ നടപ്പിലാക്കാൻ പ്രേരിപ്പിച്ചു. ലണ്ടനിലെ തിരക്ക് നിരക്ക് കേന്ദ്ര പ്രദേശങ്ങളിൽ സ്വകാര്യ കാർ ഉപയോഗത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. ശക്തമായ പൊതുഗതാഗത സംവിധാനത്തോടൊപ്പം ഇത് നഗരത്തിലെ ഗതാഗത കുരുക്കും എമിഷനും വിജയകരമായി കുറച്ചിട്ടുണ്ട്. കേരളത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നിരോധിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാനത്തെ ചില അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ വ്യക്തമാകുമ്പോൾ കേരളത്തിന്റെ തീരപ്രദേശം സമുദ്രനിരപ്പ് ഉയരുന്നതിനും കഠിനമായ കാലാവസ്ഥയ്ക്കും പ്രത്യേകിച്ച് ഇരയാകുന്നു. സ്വകാര്യ വാഹന ഉപയോഗം കുറയ്ക്കുന്നത് ഹരിതഗൃഹ വാതക ഉദ്വമനം വളരെയധികം കുറയ്ക്കുകയും ആഗോള സുസ്ഥിരതാ ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യും. സ്വകാര്യ വാഹനങ്ങൾ നിരോധിക്കുന്നത് കൂടുതൽ റോഡിടം സൃഷ്ടിക്കും. ഇത് ഗതാഗതം മെച്ചപ്പെടുത്തുകയും യാത്രാസമയം കുറയ്ക്കുകയും ചെയ്യും. ഈ മാറ്റം പൊതുഗതാഗതത്തിന്റെ കാര്യക്ഷമതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കും. ബസ്സുകൾ, മെട്രോകൾ, ഫെറികൾ, മറ്റ് പങ്കിട്ട ഗതാഗത ഓപ്ഷനുകൾ
എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വ്യക്തിഗത വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കേരളത്തിന് കഴിയും. മെച്ചപ്പെട്ട പൊതുഗതാഗത സംവിധാനങ്ങൾ പരിസ്ഥിതിക്ക് മാത്രമല്ല, വിശാലമായ ശ്രേണിയിലുള്ള ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലും മികച്ചതാണ്. വാഹന മലിനീകരണം കുറയുന്നത് ശുദ്ധവായുവിന് കാരണമാകുകയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ നടത്തവും സൈക്ലിങ്ങും പ്രോത്സാഹിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കും. കേരളത്തിലെ ഭൂപ്രകൃതിയുടെയും നഗരപ്രദേശങ്ങളുടെയും ആകർഷണം വർദ്ധിപ്പിക്കുന്നതിന് വാഹന ഗതാഗതം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മാറ്റം പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും സുസ്ഥിര ടൂറിസം ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യും. സ്വകാര്യ വാഹനങ്ങൾക്കുള്ള പെട്ടെന്നുള്ള നിരോധനം കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഗണ്യമായ മാറ്റം വരുത്തും. ഈ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നത് വെല്ലുവിളികളും അവസരങ്ങളും അവതരിപ്പിക്കും. ജോലി സ്ഥലത്തേക്കോ സ്കൂളിലേക്കോ യാത്ര ചെയ്യുന്നതിന് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ഗണ്യമായ പ്രാരംഭ തടസ്സം നേരിടേണ്ടി വരും. ഗ്രാമപ്രദേശങ്ങളിലോ പരിമിതമായ പൊതുഗതാഗത ഓപ്ഷനുകളുള്ള സ്ഥലങ്ങളിലോ താമസിക്കുന്നവർക്ക് പരിവർത്തനം പ്രത്യേകിച്ചും ബുദ്ധിമുട്ടായിരിക്കും. സ്വകാര്യ കാറുകളുടെയോ ബൈക്കുകളുടെയോ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ പൊതുഗതാഗത സമയവുമായി പൊരുത്തപ്പെടുന്നതിന് അവരുടെ ഷെഡ്യൂളുകൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ബൈക്കിംഗ്, നടത്തം അല്ലെങ്കിൽ റൈഡ് ഷെയറിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ ബദലുകൾ ആളുകൾ പരിഗണിക്കേണ്ടതുണ്ട്. ഷോപ്പിംഗ് യാത്രകൾ, സ്കൂളിൽ കുട്ടികളെ വിടുന്നത്, ലെഷർ യാത്രകൾ എന്നിവയ്ക്കായി കൂടുതൽ ശ്രദ്ധാപൂർവമുള്ള ചിന്തയും പങ്കിട്ട ഗതാഗത ഓപ്ഷനുകൾ ഉപയോഗിക്കുന്നതിനുള്ള നീക്കവും ആവശ്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളുടെ അഭാവം മെഡിക്കൽ പ്രതിസന്ധികൾ പോലുള്ള സാഹചര്യങ്ങളെ സങ്കീർണമാക്കും. ഇത് മെച്ചപ്പെട്ട ആംബുലൻസിന്റെയും അടിയന്തര പ്രതികരണ സേവനങ്ങളുടെയും ആവശ്യകത എടുത്തു കാണിക്കുന്നു. വാഹന നിരോധനത്തിന്റെ ഏറ്റവും പെട്ടെന്നുള്ള ഫലം പൊതുഗതാഗതത്തിലേക്കുള്ള ഒരു സുപ്രധാന നീക്കമായിരിക്കും. ഇത് നഗരങ്ങൾക്കുള്ളിലും ഗ്രാമപ്രദേശങ്ങളിലും ആളുകൾ സഞ്ചരിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തും. ബസ്സുകൾ, മെട്രോ ട്രെയിനുകൾ, ഫെറികൾ എന്നിവ ദൈനംദിന യാത്രയ്ക്ക് അനിവാര്യമാകും. കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുകയും സേവനങ്ങളുടെയും റൂട്ടുകളുടെയും ദ്രുതഗതിയിലുള്ള വിപുലീകരണം ആവശ്യമായി വരികയും ചെയ്യും. സബർബൻ റെയിൽ, ദീർഘദൂര ട്രെയിനുകൾ എന്നിവയിലും യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും. ഓട്ടോറിക്ഷകൾ, സൈക്കിളുകൾ, ഷെയർഡ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്നിവ ഗതാഗത കേന്ദ്രങ്ങളിൽ നിന്ന് അന്തിമ ലക്ഷ്യസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യാൻ ആളുകളെ സഹായിക്കുന്നതിനുള്ള പ്രധാന ഓപ്ഷനുകളായി മാറും. ഊബർ, ഓല തുടങ്ങിയ റൈഡ് ഹെയിലിംഗ് സേവനങ്ങൾ ഹ്രസ്വ യാത്രകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഷെയർഡ് വെഹിക്കിൾ ഓപ്ഷനുകൾ വികസിപ്പിച്ചേക്കാം. ഗതാഗത സംവിധാനങ്ങൾ നവീകരിക്കുന്നതിന് കേരളം ഗണ്യമായ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. മെട്രോ റെയിൽ ലൈനുകൾ വിപുലീകരിക്കുക, ബസ് സർവീസുകൾ വർദ്ധിപ്പിക്കുക, ഫെറി പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാവർക്കും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന് ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പൊതുഗതാഗത സമയക്രമവുമായി സമന്വയിപ്പിച്ച് ആളുകൾ അവരുടെ യാത്ര മികച്ച രീതിയിൽ സംഘടിപ്പിക്കും. നഗരപ്രദേശങ്ങൾ കൂടുതൽ സമ്മിശ്ര ഉപയോഗ വികസനങ്ങൾ കണ്ടേക്കാം. അവിടെ ജോലി സ്ഥലങ്ങൾ, സ്കൂളുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ എന്നിവ യാത്രാദൂരം കുറയ്ക്കുന്നതിന് വീടുകൾ സമീപം സ്ഥിതി ചെയ്യുന്നു. സ്വകാര്യ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം കേരളത്തിലെ കാർ വിപണിയെ സാരമായി ബാധിക്കും. കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ, അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പന കുത്തനെ കുറയുകയും ഡീലർഷിപ്പുകളിലും സേവന കേന്ദ്രങ്ങളിലും ജോലി നഷ്ടപ്പെടുകയും ചെയ്യും. വാഹന നിർമ്മാതാക്കൾക്ക് ഇലക്ട്രിക് ബസ്സുകൾ അല്ലെങ്കിൽ ഷെയർഡ് മൊബിലിറ്റി സേവനങ്ങൾ പോലുള്ള പൊതുഗതാഗത ഓപ്ഷനുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. സ്വകാര്യ വാഹന അറ്റകുറ്റപ്പണികളെ ആശ്രയിക്കുന്ന ഗ്യാരേജുകളും വർക്ക്ഷോപ്പുകളും ബിസിനസ്സിൽ ഗണ്യമായ ഇടിവ് നേരിടേണ്ടി വരും. ഇന്ധന സ്റ്റേഷനുകൾക്ക് പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പന കുറഞ്ഞേക്കാം. പക്ഷേ EV ചാർജിംഗ് സ്റ്റേഷനുകൾ ചേർക്കുന്നതിലൂടെയോ അവയുടെ സൗകര്യങ്ങൾക്ക് പുതിയ ഉപയോഗങ്ങൾ കണ്ടെത്തുന്നതിലൂടെയോ പൊരുത്തപ്പെടാൻ കഴിയും. ഗതാഗത മേഖലയിൽ ബസ്സുകൾ, മെട്രോ ട്രെയിനുകൾ, ഫെറികൾ, മറ്റ് പൊതുഗതാഗത ഓപ്ഷനുകൾ എന്നിവയുടെ ആവശ്യം വർദ്ധിക്കും. ഇത് ഈ മേഖലകളിൽ കൂടുതൽ ഉൽപ്പാദന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പൊതുഗതാഗത ഓപ്പറേറ്റർമാർ, അറ്റകുറ്റപ്പണി തൊഴിലാളികൾ, ടിക്കറ്റിംഗ് ജീവനക്കാർ എന്നിവർക്കും പുതിയ ജോലികൾ തുറന്നേക്കാം. ചില വ്യവസായങ്ങൾ തിരിച്ചടികൾ നേരിട്ടേക്കാം. എന്നാൽ സൈക്കിൾ നിർമ്മാതാക്കൾ, ഇലക്ട്രിക് വെഹിക്കിൾ സ്ഥാപനങ്ങൾ, ഷെയർഡ് മൊബിലിറ്റി സേവനങ്ങൾ എന്നിവ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊതുഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാർ ധനസഹായം സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുകയും നിർമ്മാണ സാങ്കേതിക വിദ്യ, നഗരാസൂത്രണം എന്നിവയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് തടസ്സങ്ങളും പുതിയ അവസരങ്ങളും നേരിട്ടേക്കാം. സാധാരണയായി കാറുകളോ ബൈക്കുകളോ വാടകയ്ക്ക് എടുക്കുന്ന വിനോദസഞ്ചാരികൾക്ക് പുതിയ നിയമങ്ങൾ ആദ്യം അസൗകര്യമായി തോന്നിയേക്കാം. എന്നിരുന്നാലും പൊതുഗതാഗതമോ സൈക്കിളുകളോ ഉപയോഗിച്ച് ഗൈഡഡ് ടൂറുകൾ പോലുള്ള പരിസ്ഥിതി സൗഹൃദ യാത്രാ ഓപ്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് പരിസ്ഥിതിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന യാത്രക്കാരെ ആകർഷിക്കും. കേരളത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നിരോധിക്കുന്നത് നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ആളുകൾ സഞ്ചരിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തും. നഗരപ്രദേശങ്ങൾ മൊബിലിറ്റി പരിഹാരങ്ങളിൽ ഒരു മാറ്റം കണ്ടേക്കാം. അതേസമയം ഗ്രാമപ്രദേശങ്ങൾക്ക് കേന്ദ്രീകൃത പരിഹാരങ്ങൾ ആവശ്യമുള്ള പ്രത്യേക വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഈ മാറ്റം മെച്ചപ്പെട്ട പൊതുഗതാഗതം, സൃഷ്ടിപരമായ പങ്കിട്ട മൊബിലിറ്റി ഓപ്ഷനുകൾ, സേവനം കുറവുള്ള പ്രദേശങ്ങളിലെ കണക്ഷനുകൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. സ്വകാര്യ വാഹനങ്ങളില്ലാത്ത കേരളത്തിൽ
ശക്തമായ പൊതുഗതാഗത സംവിധാനം അനിവാര്യമാണ്. വർദ്ധിച്ച ഡിമാൻഡ് ഉൾക്കൊള്ളുന്നതിന് പ്രധാന വിപുലീകരണങ്ങളും നവീകരണങ്ങളും ആവശ്യമാണ്. ഇതിനകം ജനപ്രിയമായ കൊച്ചി മെട്രോ, സബർബൻ, സാറ്റലൈറ്റ് ടൗണുകൾ പോലുള്ള കൂടുതൽ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് അതിന്റെ ശൃംഖല വിപുലീകരിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം പോലുള്ള മറ്റു നഗരങ്ങളിലെ മെട്രോ സംവിധാനങ്ങൾക്കുള്ള പദ്ധതികൾ വേഗത്തിലാക്കാൻ കഴിയും. KSRTC അതിന്റെ ബസ് സർവീസുകളുടെ ആവൃത്തിയും വ്യാപ്തിയും ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഇലക്ട്രിക് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ അതിന്റെ ഫ്ലീറ്റിലേക്ക് സംയോജിപ്പിക്കുകയും വേണം. കേരളത്തിലെ വിപുലമായ കായലും കനാലുകളും റോഡ് യാത്രയിൽ നിന്ന് വ്യത്യസ്തമായ ഓപ്ഷൻ നൽകിക്കൊണ്ട് ഫെറി സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസരം നൽകുന്നു. കൊച്ചി വാട്ടർ മെട്രോ പോലുള്ള പദ്ധതികൾ സംസ്ഥാനത്തിനുടനീളം വ്യാപിപ്പിക്കാം. ബസ്സുകൾ, മെട്രോകൾ, ഫെറികൾ എന്നിവയ്ക്കുള്ള ടിക്കറ്റിംഗ് സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നത് യാത്ര എളുപ്പമാക്കും. സ്മാർട്ട് കാർഡുകൾക്കും മൊബൈൽ ആപ്ലിക്കേഷനുകൾക്കും വിവിധ ഗതാഗത തരങ്ങൾക്കിടയിൽ സുഗമമായ കൈമാറ്റം അനുവദിക്കാൻ കഴിയും. തത്സമയ ട്രാക്കിംഗും ഡിജിറ്റൽ ടൈം ടേബിളുകളും ഉപഭോക്താക്കൾക്ക് സൗകര്യവും വിശ്വാസ്യതയും മെച്ചപ്പെടുത്തും. ഇലക്ട്രിക് ഹൈബ്രിഡ് ബസ്സുകളിലേക്കും ഫെറികളിലേക്കും മാറുന്നത് കേരളത്തിന്റെ പരിസ്ഥിതി ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കും. പ്രധാന ഗതാഗത സ്ഥലങ്ങളിൽ EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത് ഈ പരിവർത്തനത്തിനെ സഹായിക്കും. സാർവത്രിക രൂപകൽപ്പന തത്വങ്ങൾ പാലിച്ച് ഭിന്നശേഷിക്കാർ, കുട്ടികൾ, പ്രായമായവർ എന്നിവരെ സഹായിക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യണം. സ്വകാര്യ വാഹനങ്ങൾ കുറവായതിനാൽ ഷെയർഡ് മൊബിലിറ്റി കേരളത്തിന്റെ ഗതാഗത സംവിധാനത്തിൽ നിർണായക പങ്കുവഹിക്കും. ഊബർ, ഓല, പ്രാദേശിക സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ സേവനങ്ങൾക്ക് ഹ്രസ്വ യാത്രകൾക്കായി ഷെയർഡ് വാനുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് മിനി ബസ്സുകൾ പോലുള്ള പുതിയ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യാം. തത്സമയ സവാരി പങ്കിടൽ നൽകുന്ന ആപ്ലിക്കേഷനുകൾ ഒരേ ദിശയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ സവാരി പങ്കിടാനും ചെലവുകളും ഉദ്യമനവും കുറയ്ക്കാനും സഹായിക്കും. കേരളത്തിലെ നഗര, അർദ്ധനഗര യാത്രകൾക്ക് അത്യന്താപേക്ഷിതമായ ഓട്ടോറിക്ഷകൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചേക്കാം. പങ്കിട്ട റൂട്ടുകളിലോ സബ്സ്ക്രിപ്ഷൻ മോഡലുകളിലോ പ്രവർത്തിക്കുന്ന ടാക്സികൾ പൊതു സ്വകാര്യ ഗതാഗതം തമ്മിലുള്ള ഒരു ഒത്തുചേരലായി വർത്തിക്കും. സൈക്ലിംഗ് കൂടുതൽ ജനപ്രിയമായേക്കാം, പ്രത്യേകിച്ച് നഗരങ്ങളിലെ ഹ്രസ്വ യാത്രകൾക്ക്. ബൈക്ക് വാടക സേവനങ്ങളും സമർപ്പിത സൈക്ലിംഗ് പാതകളും സുരക്ഷയും ആകർഷണവും വർദ്ധിപ്പിക്കും. സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭങ്ങളായ നോ കാർ ഡേ, സൈക്ലിംഗ് ഇവന്റുകൾ എന്നിവ താൽപര്യം ആകർഷിക്കും. ബിസിനസ്സുകളും റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികളും ജീവനക്കാർക്കും താമസക്കാർക്കും പ്രധാന ട്രാൻസിറ്റ് പോയിന്റുകളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഷട്ടിൽ ബസ്സുകൾ വാഗ്ദാനം ചെയ്തേക്കാം. നഗരപ്രദേശങ്ങൾ സ്വകാര്യ വാഹനങ്ങൾക്കുള്ള നിരോധനവുമായി കൂടുതൽ എളുപ്പത്തിൽ പൊരുത്തപ്പെട്ടേക്കാമെങ്കിലും ഗ്രാമപ്രദേശങ്ങൾക്ക് അവയുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രവും ജനസംഖ്യയും കാരണം പ്രത്യേക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. സമഗ്രമായ പൊതുഗതാഗത സംവിധാനങ്ങളെ പിന്തുണയ്ക്കാൻ മതിയായ ജനസാന്ദ്രത ഗ്രാമപ്രദേശങ്ങളിൽ പലപ്പോഴുമില്ല. ജനസാന്ദ്രത കുറഞ്ഞ ഈ പ്രദേശങ്ങളിൽ പതിവ് ബസ് അല്ലെങ്കിൽ ട്രെയിൻ സർവീസുകൾ സ്ഥാപിക്കുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സർവീസ് അഭാവം ഗ്രാമീണ നിവാസികൾക്ക് അടുത്തുള്ള പട്ടണങ്ങളിലേക്കോ നഗരങ്ങളിലേക്കോ എത്തിച്ചേരുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. കർഷകർക്കും ചെറുകിട ബിസിനസ് ഉടമകൾക്കും ദിവസവേതന തൊഴിലാളികൾക്കും മോട്ടോർ സൈക്കിളുകൾ അല്ലെങ്കിൽ ചെറിയ ട്രക്കുകൾ പോലുള്ള സ്വകാര്യ വാഹനങ്ങൾ ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും ദീർഘദൂരം സഞ്ചരിക്കുന്നതിനും നിർണായകമാണ്. ബദൽ മാർഗങ്ങൾ പതുക്കെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഫ്ലെക്സിബിൾ സമയക്രമമുള്ള ചെറുതും ബജറ്റ് സൗഹൃദവുമായ ബസ്സുകൾക്ക് ഗ്രാമീണ സമൂഹങ്ങളെ സേവിക്കാൻ കഴിയും. സഹ ഉടമസ്ഥതയിലുള്ളതോ സർക്കാർ ഫണ്ടഡായുള്ള വാഹനങ്ങൾക്ക് വിദൂര പ്രദേശങ്ങളിൽ ചരക്കുകളും ആളുകളും കൊണ്ടുപോകുന്നതിന് ഒരു പ്രായോഗിക ഓപ്ഷൻ നൽകാൻ കഴിയും. സ്വകാര്യ വാഹനങ്ങൾക്ക് പകരമായി താങ്ങാനാവുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളും സൈക്കിളുകളും അവതരിപ്പിക്കാം. ഗതാഗത ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതിനും ഇഷ്ടാനുസൃത പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ നിർണായകമാകും. സർക്കാർ സ്വകാര്യ സംഘടനകളുമായുള്ള പങ്കാളിത്തം പ്രധാനമായിരിക്കും. കേരളത്തിൽ സ്വകാര്യ വാഹന നിരോധനത്തിന്റെ വിജയത്തിന് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള ചലനാത്മകതയിലെ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്രാമപ്രദേശങ്ങളെ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രാദേശിക ഗതാഗത കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുക. ലാഭകരമല്ലാത്ത റൂട്ടുകളിൽ പൊതുഗതാഗതം സുസ്ഥിരമാക്കുന്നതിന് സബ്സിഡി നൽകുക. ബുക്കിംഗ് സേവനങ്ങൾക്കായി മൊബൈൽ ആപ്ലിക്കേഷനുകൾ, ഹെൽപ്പ് ലൈനുകൾ ആരംഭിക്കുക. തെരുവുകളിൽ കാറുകൾ കുറയുന്നതിനാൽ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ, കണികാ പദാർത്ഥങ്ങൾ, അസ്ഥിരമായ ജൈവ സംയുക്തങ്ങൾ തുടങ്ങിയ ദോഷകരമായ പുറംതള്ളലുകളിൽ കുറവുണ്ടാകും. ഇത് നഗരങ്ങളിൽ ശുദ്ധമായ വായു, കുറഞ്ഞ മൂടൽമഞ്ഞ്, മെച്ചപ്പെട്ട വായുവിന്റെ ഗുണനിലവാരം എന്നിവയിലേക്ക് നയിക്കുന്നു. കുറഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഹരിതഗ്രഹവാതക ഉദ്വമനം കുറയ്ക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാൻ സഹായിക്കുന്നു, പ്രത്യേകിച്ച് കാർബൺ ഡയോക്സൈഡ്. ഇത് ആഗോള താപനത്തിന് പ്രധാന കാരണമാകുന്നു. ശാന്തമായ നഗരപ്രദേശങ്ങളിൽ ഗതാഗത കുരുക്ക് കുറയുന്നു. ഇത് സമ്മർദ്ദത്തിന്റെ അളവ് കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ശബ്ദ മലിനീകരണവുമായി തുടർച്ചയായി സമ്പർക്കം പുലർത്തുന്നത് സമ്മർദ്ദം, ഉറക്ക പ്രശ്നങ്ങൾ, ഹൃദ്രോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ശുദ്ധമായ വായു ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുന്നു. മലിനമായ വായുവുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് ഹൃദ്രോഗങ്ങൾക്കും കാരണമാകും. അതിനാൽ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നത് ഈ ആരോഗ്യ അപകട സാധ്യതകൾ കുറയ്ക്കും. നടത്തം, സൈക്ലിംഗ്, പൊതുഗതാഗതം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ശാരീരിക വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുകയും അമിതവണ്ണം, പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. വ്യക്തിഗത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയുമ്പോൾ
പെട്രോളിന്റെയും ഡീസലിന്റെയും ആവശ്യകത കുറയ്ക്കുന്നു. ഇത് പുനരുപയോഗിക്കാനാവാത്ത ഫോസിൽ ഇന്ധനങ്ങൾ ലാഭിക്കാൻ സഹായിക്കുന്നു. ഈ മാറ്റം ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ പുനരുപയോഗ ഊർജ്ജ പൊതുഗതാഗതം പോലുള്ള ശുദ്ധമായ ഊർജ്ജ ഓപ്ഷനുകൾ സ്വീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കും. വാഹനങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് കുറവായതിനാൽ അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യം കുറവാകും. ഇത് ഖനനം, നിർമ്മാണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയിൽ നിന്നുള്ള പാരിസ്ഥിതിക ദോഷം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ ഗുണങ്ങൾ ഒരുമിച്ച് നഗരജീവിതം മെച്ചപ്പെടുത്തുകയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ സഹായിക്കുകയും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കാർ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെയും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഉണ്ടാകുന്ന സാമൂഹികവും സാംസ്കാരികവുമായ പ്രത്യാഘാതങ്ങൾ സമൂഹങ്ങളെ വളരെയധികം മാറ്റിമറിക്കും. പൊതുഗതാഗതം മെച്ചപ്പെടുകയും കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നടത്തവും ബൈക്കിങ്ങും കൂടുതൽ ആകർഷകമാകുന്നു. ഈ മാറ്റം ശാരീരിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ച് ആരോഗ്യകരമായ ജീവിത രീതിയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അയൽപക്കങ്ങൾക്കുള്ളിൽ കൂടുതൽ സാമൂഹിക ബന്ധങ്ങൾ വളർത്തുകയും ചെയ്യും. നഗരങ്ങളിൽ കാൽനടയായി സഞ്ചരിക്കുന്നത് എളുപ്പമാവുകയും ആളുകൾക്ക് അവരുടെ പരിസ്ഥിതിയുമായി കൂടുതൽ ബന്ധപ്പെടാനും കാറുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇത് അനുവദിക്കുന്നു. കാർ പൂളിംഗ്, റൈഡ് ഷെയറിംഗ്, ഷെയർ ട്രാൻസ്പോർട്ട് ഓപ്ഷനുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ബൈക്കുകൾ പോലുള്ളവ എന്നിവയുടെ ഉയർച്ച റോഡിലെ കാറുകളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് മെച്ചപ്പെട്ട വിഭവ ഉപയോഗം, വ്യക്തികൾക്ക് കുറഞ്ഞ യാത്രാ ചെലവ്, കൂടുതൽ കാര്യക്ഷമവും പരിസ്ഥിതി സൗഹൃദവുമായ യാത്രാരീതികൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. മെച്ചപ്പെട്ട കാൽനടക്കാർക്ക് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും കുറഞ്ഞ കാർ ഉപയോഗവും ഉള്ളതിനാൽ വാക്കിംഗ് ടൂറുകൾ, സൈക്ലിംഗ് റൂട്ടുകൾ, പരിസ്ഥിതി സൗഹൃദ ഗതാഗതം തുടങ്ങിയ സുസ്ഥിര യാത്രാ ഓപ്ഷനുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പരിസ്ഥിതി വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിന് കഴിയും. ഈ മാറ്റം ഉത്തരവാദിത്തമുള്ള ടൂറിസത്തിലേക്കുള്ള ആഗോള പ്രവണതയുമായി പൊരുത്തപ്പെടുന്നു. പ്രകൃതിയും പ്രാദേശിക സംസ്കാരവും ആസ്വദിക്കുമ്പോൾ അവരുടെ കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർശകരെ ആകർഷിക്കുന്നു. ജനപ്രിയ വിനോദസഞ്ചാര മേഖലകൾ കാൽനട യാത്രക്കാരുടെ മേഖലകളായി മാറുകയും സഞ്ചരിക്കാൻ എളുപ്പമുള്ളതും തിരക്ക് കുറഞ്ഞതും പരിവേഷണം ചെയ്യാൻ കൂടുതൽ ആസ്വാദികരമായ കാർരഹിത ഇടങ്ങൾ സൃഷ്ടിച്ച് സന്ദർശകർക്ക് അനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഉദാഹരണത്തിന് ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾക്ക് നടക്കാനോ ബൈക്ക് ഓടിക്കാനോ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വികസിപ്പിക്കാനും അവരുടെ മൊത്തത്തിലുള്ള അനുഭവം വർദ്ധിപ്പിക്കാനും കഴിയും. കാർ കേന്ദ്രീകൃതമായ ജീവിതശൈലിക്ക് പേരുകേട്ടതാണ് കേരളം. അവിടെ ഒരു വ്യക്തിഗത വാഹനം ഉണ്ടായിരിക്കുന്നത് പലപ്പോഴും നിലയുടെയും സൗകര്യത്തിന്റെയും അടയാളമായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും മെട്രോ സംവിധാനങ്ങൾ, ഇലക്ട്രിക് ബസ്സുകൾ, ഷെയർഡ് റൈഡുകൾ തുടങ്ങിയ മെച്ചപ്പെട്ട പൊതുഗതാഗത ഓപ്ഷനുകൾ ഉപയോഗിച്ച് മാനസികാവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയും. പൊതുഗതാഗതത്തിലും പരിസ്ഥിതി സൗഹൃദ യാത്രകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യുവതലമുറ കാർ ഉടമസ്ഥാവകാശത്തെ എങ്ങനെ വീക്ഷിക്കുന്നുവെന്ന് മാറ്റുകയും കാർ പൂളിംഗ്, ബൈക്കിംഗ് അല്ലെങ്കിൽ പങ്കിട്ട സേവനങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ പ്രായോഗികവും പരിസ്ഥിതി സൗഹൃദമാക്കുകയും ചെയ്യും. പൊതുഗതാഗതം കൂടുതൽ ആശ്രയയോഗ്യവും താങ്ങാനാവുന്നതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായി തീരുമ്പോൾ ആളുകൾ ഒരു കാർ സ്വന്തമാക്കുന്നതിനേക്കാൾ സൗകര്യത്തെയും സുസ്ഥിരതയും വിലമതിക്കാൻ തുടങ്ങിയേക്കാം. പലപ്പോഴും നഗര വളർച്ചയുമായും ആധുനികവൽക്കരണവുമായും ബന്ധപ്പെട്ടിരിക്കുന്ന കാർ സംസ്കാരത്തിന് ക്രമേണ കൂടുതൽ സാമൂഹിക കേന്ദ്രീകൃതവും സുസ്ഥിരവുമായ ഗതാഗത ഓപ്ഷനുകളിലേക്ക് നീങ്ങാൻ കഴിയും. ഇത് വ്യക്തിവാദത്തെക്കാൾ ഐക്യബോധം പ്രോത്സാഹിപ്പിക്കുന്നു. കുറഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും സുസ്ഥിര ഗതാഗതം സ്വീകരിക്കുന്നതും ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ജനങ്ങൾക്കും ബിസിനസ്സുകൾക്കും നിർണായകമാകും. വ്യക്തിഗത കാറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ കുറവായതിനാൽ ജനങ്ങൾക്ക് ഇന്ധന ചെലവിൽ ധാരാളം ലാഭിക്കാം. ഇന്ധന വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെന്നതിനാൽ വ്യക്തിഗത വാഹനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൂടുതൽ സ്ഥിരതയുള്ളതും ഗതാഗത ചെലവ് കുറയ്ക്കുന്നതിനും കാരണമാകും. ഒരു കാർ സ്വന്തമാക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കും മറ്റ് സർവീസുകൾ, ടയർ മാറ്റങ്ങൾ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെയുള്ള പതിവ് ചെലവുകൾ ഉൾക്കൊള്ളുന്നു. പൊതുഗതാഗതമോ ഷെയർഡ് മൊബിലിറ്റിയോ തിരഞ്ഞെടുക്കുന്നതിലൂടെ ആളുകൾക്ക് ഈ ചെലവുകൾ കുറയ്ക്കാനോ പൂർണ്ണമായും ഒഴിവാക്കാനോ കഴിയും. കാർ വായ്പകൾ ഒരു വലിയ സാമ്പത്തിക ഭാരമായിരിക്കും. കാർ പൂളിംഗ്, പൊതുഗതാഗതം അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ പ്രോഗ്രാമുകൾ പോലുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ വ്യക്തികൾ ഒരു കാറിനായി ചെലവേറിയ വായ്പ എടുക്കുന്നത് ഒഴിവാക്കാം. ഇത് ദീർഘകാല ലാഭത്തിന് കാരണമാകും. പൊതുഗതാഗതം കൂടുതൽ ജനപ്രിയമാകുമ്പോൾ ഈ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും സർക്കാരുകൾക്ക് കൂടുതൽ പണം നിക്ഷേപിക്കാം. ഇത് മെച്ചപ്പെട്ട റൂട്ടുകൾ, കൂടുതൽ പതിവ് ഷെഡ്യൂളുകൾ, നവീകരിച്ച സൗകര്യങ്ങൾ എന്നിവയിലേക്ക് നയിക്കുകയും പൊതുഗതാഗതത്തെ കൂടുതൽ ആകർഷമാക്കുകയും ചെയ്യും. ബസ്, ട്രെയിൻ പ്രവർത്തനങ്ങൾ, ടിക്കറ്റ് വിൽപ്പന, അറ്റകുറ്റപ്പണി, കസ്റ്റമർ സപ്പോർട്ട്, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ തുടങ്ങിയ മേഖലകളിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന പൊതുഗതാഗത മേഖല പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇത് ഗതാഗത മേഖലയിലുള്ളവരെ സഹായിക്കുക മാത്രമല്ല, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുകയും ചെയ്യും. മെട്രോകൾ, ബസ്സുകൾ, ബൈക്ക് പാതകൾ, നടപ്പാതകൾ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനത്തിൽ നിക്ഷേപിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ക്രിയാത്മകമായി ബാധിക്കും. ഈ പദ്ധതികൾക്ക് പ്രാദേശിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. കൂടുതൽ വ്യക്തികൾ കാറുകൾ സ്വന്തമാക്കുന്നതിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇനി പറയുന്നവ പോലുള്ള പുതിയ ബിസിനസ് മോഡലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓട്ടോമോട്ടീവ് വ്യവസായം മാറേണ്ടതുണ്ട്. റൈഡ് ഹെയിലിംഗ്,
കാർ ഷെയറിംഗ് ഓപ്ഷനുകളുടെ വളർച്ച വ്യക്തിഗത വാഹനങ്ങളുടെ ആവശ്യകത കുറയ്ക്കുന്നതിലൂടെ യാത്ര ചെയ്യാൻ കൂടുതൽ കാര്യക്ഷമവും താങ്ങാനാവുന്നതുമായ മാർഗം വാഗ്ദാനം ചെയ്യുന്നു. കമ്പനികൾ ഫ്ലീറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ ആവശ്യങ്ങൾക്കുമായി പൊരുത്തപ്പെടുന്ന ഷെയർഡ് മൊബിലിറ്റി സൊല്യൂഷനുകൾ നൽകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. വൃത്തിയുള്ള ബദലുകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം കാരണം ഓട്ടോമോട്ടീവ് മേഖല ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും മറ്റ് പരിസ്ഥിതി സൗഹൃദ ഗതാഗത ഓപ്ഷനുകളിലേക്കും മാറിയേക്കാം. ഈ മാറ്റം EV വിപണിയിലെ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും പുതുമയുള്ളവർക്കും പുതിയ ബിസിനസ് അവസരങ്ങൾ തുറക്കും. കാർ നിർമ്മാതാക്കൾക്ക് സബ്സ്ക്രിപ്ഷൻ സേവനങ്ങളും പരിഗണിക്കാം. ഇത് ഒരു നിശ്ചിത പ്രതിമാസ ഫീസിനായി ഒരു വാഹനം ഉപയോഗിക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്നു. ഈ സമീപനം പരമ്പരാഗത കാർ ഉടമസ്ഥതയേക്കാൾ കൂടുതൽ വഴക്കം നൽകുന്നു, പ്രത്യേകിച്ച് എല്ലാ ദിവസവും വാഹനം ആവശ്യമില്ലാത്തവർക്ക്. സ്വകാര്യ വാഹനങ്ങൾക്ക് നിരോധനം നടപ്പാക്കുകയോ സുസ്ഥിര ഓപ്ഷനുകൾക്ക് അനുകൂലമായി അവയുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്യുന്നത് വെല്ലുവിളിയാകും. പ്രത്യേകിച്ച് വിവിധ സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്ന കേരളം പോലുള്ള ഒരു സ്ഥലത്ത്. അത്തരമൊരു നിരോധനം നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന വെല്ലുവിളികൾ വീട് തോറുമുള്ള എളുപ്പത്തിലുള്ള യാത്രയ്ക്കായി പല വ്യക്തികളും അവരുടെ സ്വകാര്യ കാറുകളെ ആശ്രയിക്കുന്നു. കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരിമിതമായ പൊതുഗതാഗതമുള്ള പ്രദേശങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾ പലപ്പോഴും ദൈനംദിന ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ പ്രതിരോധത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വിശ്വസനീയമായ പൊതുഗതാഗതം, കാർ പൂളിംഗ് ഓപ്ഷനുകൾ, ബൈക്ക് ഷെയറിംഗ് പരിപാടികൾ എന്നിവ പോലുള്ള പ്രായോഗികവും സൗകര്യപ്രദവുമായ ബദലുകൾ നൽകേണ്ടത് പ്രധാനമാണ്. കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഒരു കാർ സ്വന്തമാക്കുന്നത് സൗകര്യത്തിനു വേണ്ടി മാത്രമല്ല, പദവിയുടെ പ്രതീകവുമാണ്. സ്വകാര്യ വാഹനങ്ങൾ നിരോധിക്കുന്നത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതിയാണെന്ന് ആളുകൾ മനസ്സിലാക്കിയേക്കാം. ഈ പ്രതിരോധത്തെ നേരിടാൻ ആശ്രയയോഗ്യമായ ബദലുകളിലൂടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുമ്പോൾ ശുദ്ധമായ പരിസ്ഥിതി, മെച്ചപ്പെട്ട ആരോഗ്യം, മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവയുടെ ദീർഘകാല നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിന് ഫലപ്രദമായ ആശയവിനിമയം ആവശ്യമാണ്. സ്വകാര്യ കാറുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് കേരളം പൊതുഗതാഗത സംവിധാനം വളരെയധികം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനർത്ഥം ബസ്സുകളുടെയും ട്രെയിനുകളുടെയും മെട്രോ സർവീസുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് സബർബൻ ഗ്രാമപ്രദേശങ്ങളിൽ അവയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പങ്കിട്ട ഗതാഗതം ഉപയോഗിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് പൊതുഗതാഗതം കാര്യക്ഷമവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതും താങ്ങാനാവുന്നതുമായിരിക്കണം. ബന്ധിപ്പിച്ചതും സംയോജിതവുമായ ഗതാഗത ശൃംഖല കെട്ടിപ്പടുക്കേണ്ടത് അത്യാവശ്യമാണ്. വിവിധ പൊതുഗതാഗത ഓപ്ഷനുകൾ നന്നായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ട്രാൻസ്ഫർ പോയിന്റുകൾ സൗകര്യപ്രദമാണെന്നും ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ഇത് ആളുകൾക്ക് സ്വകാര്യ കാറുകളിൽ നിന്ന് പൊതുഗതാഗതത്തിലേക്ക് മാറുന്നത് എളുപ്പമാക്കുന്നു. വാഹന നിരോധനം നടപ്പാക്കുന്നതിനോ സ്വകാര്യ കാർ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതിനോ ഫലപ്രദമായ നിരീക്ഷണ സംവിധാനങ്ങൾ ആവശ്യമാണ്. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുക, വാഹന ട്രാക്കിംഗ്, AI നിരീക്ഷണം തുടങ്ങിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക, നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തുക എന്നിവ ഇതിൽ ഉൾപ്പെടാം. എന്നിരുന്നാലും ബദൽ മാർഗങ്ങൾ ലഭ്യമല്ലെങ്കിൽ നടപ്പാക്കൽ കാര്യക്ഷമമാകില്ല. നടപ്പാക്കലിനു പുറമെ നിരോധനത്തിന്റെ കാരണങ്ങൾ, പാരിസ്ഥിതിക നേട്ടങ്ങൾ, ലഭ്യമായ ബദലുകൾ എന്നിവയെക്കുറിച്ച് ആളുകളെ അറിയിക്കുന്നതിന് ശക്തമായ പൊതു അവബോധ പ്രചാരണങ്ങൾ ആവശ്യമാണ്. ശരിയായ അവബോധമില്ലെങ്കിൽ വ്യാപകമായ വയലേഷനുകളോ പ്രതികൂല പ്രതികരണങ്ങളോ ഉണ്ടാകാം. പരിമിതമായ പൊതുഗതാഗത ഓപ്ഷനുകളുള്ള ഒറ്റപ്പെട്ട ഗ്രാമപ്രദേശങ്ങൾക്കൊപ്പം കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ തിരക്കേറിയ നഗരകേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഒരു പ്രത്യേക വെല്ലുവിളി ഉയർത്തുന്നു. നഗരങ്ങളിലെ ആവശ്യങ്ങളെക്കാൾ അവരുടെ ആവശ്യങ്ങൾ വളരെ വ്യത്യസ്തമായതിനാൽ ഗ്രാമീണ നിവാസികൾക്ക് ഗതാഗത പരിഹാരങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായി തോന്നിയേക്കാം. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അനുയോജ്യമായ ഒരു സമീപനം ആവശ്യമാണ്. ഗ്രാമീണ പ്രദേശങ്ങൾ ഗതാഗത ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. പ്രാദേശിക ഷട്ടിൽ സേവനങ്ങൾ നടപ്പിലാക്കുകയോ ആവശ്യാനുസരണം ഗതാഗത പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുകയോ ഇതിൽ ഉൾപ്പെടാം. കേരളത്തിലെ മലയോര ഭൂപ്രകൃതി ഗതാഗതത്തിന് കൂടുതൽ സങ്കീർണത നൽകുന്നു. പ്രത്യേകിച്ച് പൊതുഗതാഗതം സ്ഥാപിക്കുന്നത് ബുദ്ധിമുട്ടുള്ള പർവ്വത പ്രദേശങ്ങളിലോ വിദൂര പ്രദേശങ്ങളിലോ. ഈ പ്രദേശങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിന് കുത്തനെയുള്ള റോഡുകൾ, കേബിൾ കാറുകൾ അല്ലെങ്കിൽ മറ്റ് പരിസ്ഥിതി സൗഹൃദ ഗതാഗത രീതികൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പോലുള്ള സൃഷ്ടിപരമായ ആശയങ്ങൾ ആവശ്യമായി വന്നേക്കാം. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഗതാഗതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേരളത്തെക്കുറിച്ചുള്ള ദീർഘകാല കാഴ്ചപ്പാടിന് പരിസ്ഥിതി സൗഹൃദ നഗര ജീവിതത്തിൽ സംസ്ഥാനത്തെ ആഗോള നേതാവായി നിലനിർത്താൻ കഴിയും. ഡ്രൈവിംഗിന് പകരം നടക്കാൻ ഊന്നൽ നൽകിക്കൊണ്ട് കേരളത്തിലെ സ്ഥലങ്ങൾ കൂടുതൽ കാൽനടക്കാർക്ക് അനുകൂലമായി പുനർരൂപകൽപ്പന ചെയ്യാൻ കഴിയും. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ അധിക നടപ്പാതകൾ, കാൽനടക്കാർക്ക് മാത്രമുള്ള പ്രദേശങ്ങൾ, ഹരിത ഇടങ്ങൾ എന്നിവ സൃഷ്ടിക്കുക എന്നതായിരിക്കും ഇതിനർത്ഥം. നടത്തവും സാമൂഹിക ഇടപെടലുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനും
നഗരപ്രദേശങ്ങൾ കൂടുതൽ വാസയോഗ്യവും സുരക്ഷിതവും ആസ്വാദികരമാകുന്നതിനും പൊതു സ്ക്വയറുകൾ, പാർക്കുകൾ, വിനോദ സ്ഥലങ്ങൾ എന്നിവ വികസിപ്പിക്കാം. പുനർരൂപകൽപ്പന ചെയ്ത കേരളം നന്നായി സംയോജിപ്പിച്ചതും കാര്യക്ഷമവും ആക്സസ് ചെയ്യാവുന്നതുമായ പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കും. ബസ്സുകൾ, മെട്രോകൾ, ഫെറികൾ, ട്രെയിനുകൾ എന്നിവയുടെ സുഗമമായ ശൃംഖല നഗരങ്ങൾക്കും ഗ്രാമപ്രദേശങ്ങൾക്കും ഇടയിലുള്ള യാത്ര എളുപ്പമാക്കും. പൊതുഗതാഗതം പതിവായതും താങ്ങാനാവുന്നതും സമയബന്ധിതവുമായതിനാൽ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും യാത്രാ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും മറ്റ് വിഭാഗങ്ങൾക്കും പ്രവേശനം ഉറപ്പാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിലൂടെ കേരളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിൽ ഗണ്യമായ കുറവുണ്ടാകും. ഇലക്ട്രിക് ബസ്സുകൾ, കാറുകൾ, ബൈക്കുകൾ എന്നിവയിലേക്ക് മാറുന്നതും നടത്തവും സൈക്ലിംഗും പ്രോത്സാഹിപ്പിക്കുന്നതും കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിന് കാരണമാകും. സൗരോർജ്ജം, കാറ്റ് തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ പൊതുഗതാഗതത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഊർജ്ജം പകരുക, സുസ്ഥിര വികസനത്തിൽ കേരളത്തെ ഒരു നേതാവായി നിലനിർത്തുക എന്നിവയിലൂടെ ഈ പരിവർത്തനത്തെ പിന്തുണയ്ക്കാൻ കഴിയും. ഇലക്ട്രിക് വാഹനങ്ങൾ സ്വീകരിക്കുന്നത് സുസ്ഥിരമായ ഭാവിയിൽ നിർണായകമാണ്. ഇലക്ട്രിക് ബസ്സുകളും ടാക്സികളും ആരംഭിച്ച് ഇലക്ട്രിക് ഗതാഗതത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ കേരളത്തിന് അവസരമുണ്ട്. കൂടാതെ സ്വകാര്യ EV ഉടമസ്ഥാവകാശം പ്രോത്സാഹിപ്പിക്കുക, ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക, ബാറ്ററി സ്വാപ്പിംഗ് ഓപ്ഷനുകൾ നൽകുക എന്നിവ ഗുണം ചെയ്യും. EVകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വായു മലിനീകരണം ഗണ്യമായി കുറയ്ക്കാനും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയും. ഇത് ശുദ്ധവും കൂടുതൽ സുസ്ഥിരവുമായ മാർഗത്തിലേക്ക് നയിക്കുന്നു. സ്വയം നിയന്ത്രിത വാഹനങ്ങൾ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ പൊതുഗതാഗതത്തെ പരിവർത്തനം ചെയ്യും. തിരക്കേറിയ പ്രദേശങ്ങളിൽ സ്വയംഭരണ ഷട്ടലുകൾക്ക് കാര്യക്ഷമവും ആവശ്യാനുസരണം സേവനങ്ങൾ നൽകാനും തിരക്ക് ലഘൂകരിക്കാനും ഗതാഗത ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയും. പൊതുഗതാഗത കേന്ദ്രങ്ങളെ വ്യക്തിഗത ലക്ഷ്യസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്കും ഈ വാഹനങ്ങൾ നിർണായകമാകും. ട്രാഫിക് മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനും പൊതുഗതാഗത ഷെഡ്യൂളുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഡാറ്റയും AI-യും പ്രയോജനപ്പെടുത്തുന്ന ഇന്റലിജന്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റങ്ങൾ കേരളത്തിലെ ഗതാഗതത്തിന്റെ ഭാവിയിൽ അവതരിപ്പിക്കും. തത്സമയ ഡാറ്റ ഉപയോഗിച്ച് യാത്രക്കാർക്ക് മികച്ച യാത്രാ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയും. അതേസമയം കൂടുതൽ ഹരിത ഇടങ്ങൾ, നഗരവനങ്ങൾ, കമ്മ്യൂണിറ്റി പാർക്കുകൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിനായി കേരളത്തിലെ നഗരങ്ങൾ പുനർരൂപകൽപ്പന ചെയ്യാവുന്നതാണ്. വിനോദ അവസരങ്ങൾ നൽകുന്നതിലൂടെയും ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കുന്നതിലൂടെയും ഈ ഹരിത മേഖലകൾ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും. സൗഹാർദ്ദപരവും പ്രകൃതി സൗഹൃദവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഹരിത ഇടങ്ങൾ ചിന്താപൂർവ്വം സ്ഥാപിക്കാം. ക്രമേണ കേരളത്തിലെ നഗരങ്ങളിലെ കൂടുതൽ തെരുവുകൾ, പ്രത്യേകിച്ച് മധ്യമേഖലകളിൽ കാർ ഫ്രീ ആക്കാം. കാൽനടക്കാർക്ക് അനുയോജ്യമായ ഈ തെരുവുകളിൽ മാർക്കറ്റുകൾ, കഫേകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ അവതരിപ്പിക്കാനും സാമൂഹിക ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കാനും സമൂഹത്തിന് ഊർജ്ജസ്വലത നൽകാനും കഴിയും. ഡ്രൈവിംഗിനേക്കാൾ നടത്തം അല്ലെങ്കിൽ സൈക്ലിംഗ് എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു അന്തരീക്ഷം വളർത്തുക എന്നതാണ് ലക്ഷ്യം. സുസ്ഥിര നഗരാസൂത്രണം റെസിഡൻഷ്യൽ, വാണിജ്യ, വിനോദ മേഖലകൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ബൈക്ക് പാതകൾ, നടപ്പാതകൾ, പൊതുഗതാഗതത്തിന്റെ മെച്ചപ്പെട്ട സംയോജനം എന്നിവയുൾപ്പെടെ കാര്യക്ഷമമായ ഗതാഗത ശൃംഖലകൾ വികസിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടും. സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമ്പോൾ ചെറിയ പട്ടണങ്ങളും നഗരകേന്ദ്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് മുൻഗണന നൽകി ഗ്രാമീണ മേഖലകൾ മെച്ചപ്പെട്ട റോഡ് സംവിധാനങ്ങൾ കാണും. ഊർജ്ജ കാര്യക്ഷമവും സുസ്ഥിരവുമായ കെട്ടിടങ്ങൾക്ക് ശക്തമായ ഊന്നൽ നൽകുന്നത് കേരളത്തിന്റെ ഭാവി കാഴ്ചപ്പാടിൽ ഉൾപ്പെടുന്നു. ഹരിത രൂപകൽപ്പന, സൗരോർജ്ജം, മഴവെള്ള ശേഖരണം, മറ്റ് പരിസ്ഥിതി സൗഹൃദ കെട്ടിട രീതികൾ എന്നിവ ഉപയോഗിക്കുക എന്നതാണ് ഇതിനർത്ഥം. ഊർജ്ജ ഉപയോഗവും മാലിന്യവും കുറയ്ക്കുന്നതിലൂടെ പരിസ്ഥിതി ബോധമുള്ള നഗരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കേരളത്തിന് ഒരു മാതൃക കാണിക്കാൻ കഴിയും. ഒരു സർക്കുലർ സമ്പദ്വ്യവസ്ഥ സമീപനം നടപ്പിലാക്കുന്നത് വസ്തുക്കളുടെ പുനരുപയോഗം, അപ്സൈക്ലിംഗ് എന്നിവയിലൂടെ മാലിന്യങ്ങൾ കുറയ്ക്കാൻ കേരളത്തെ സഹായിക്കും. സംസ്ഥാനത്തിന്റെ ദീർഘകാല സുസ്ഥിരതയെ പിന്തുണയ്ക്കുന്ന നഗര ആസൂത്രണം, മാലിന്യ സംസ്കരണം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഭാഗമായിരിക്കും ഈ തന്ത്രം. പരിവർത്തനം ചെയ്യപ്പെട്ട കേരളത്തിൽ ശുദ്ധവായു, കുറഞ്ഞ ഗതാഗതം, കൂടുതൽ പാർക്കുകൾ എന്നിവ ഉണ്ടാകും. ഇത് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് നയിക്കും. മലിനീകരണം കുറയുകയും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്താൽ പൊതുജനാരോഗ്യം മെച്ചപ്പെടും. അതേസമയം ഹരിത സാങ്കേതിക വിദ്യ, സുസ്ഥിര വ്യവസായങ്ങൾ, പൊതുഗതാഗതം എന്നിവയിലെ പുതിയ ജോലികൾ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും. സുസ്ഥിരതയുടെ മാതൃകയായി മാറുന്നതിലൂടെ ഹരിത ഇടങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ഗതാഗതം, മനോഹരമായ പ്രകൃതി പ്രദേശങ്ങൾ എന്നിവ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന പരിസ്ഥിതി വിനോദ സഞ്ചാരികളെ ആകർഷിക്കാൻ കേരളത്തിന് കഴിയും. ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, സുസ്ഥിര വികസനത്തിൽ ഒരു നേതാവെന്ന പദവി ഉയർത്തുകയും ചെയ്യും. കേരളത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നിരോധിക്കുക എന്ന ആശയം ധീരമാണ്. അത് നിരവധി നല്ല മാറ്റങ്ങൾക്ക് കാരണമാകും. വായു മലിനീകരണം ഗണ്യമായി കുറയ്ക്കാനും പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കാനും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇതിന് കഴിയും. നടക്കാവുന്ന നഗരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിലൂടെയും ഈ പ്രദേശം വൃത്തിയുള്ളതും ശാന്തവും എല്ലാവർക്കും കൂടുതൽ ആസ്വാദികരമാക്കാനും കഴിയും. പൊതുഗതാഗത മേഖല വളർത്തുന്നതിലൂടെയും ഷെയർഡ് റൈഡുകൾ, ഇലക്ട്രിക് വാഹന സേവനങ്ങൾ തുടങ്ങിയ പുതിയ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഈ മാറ്റം സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും. എന്നിരുന്നാലും പരിഗണിക്കേണ്ട സുപ്രധാന വെല്ലുവിളികളുണ്ട്. പലരും ഈ മാറ്റത്തെ ചെറുക്കാം, പ്രത്യേകിച്ച് സ്വന്തം കാറുകളുടെ സൗകര്യത്തെ വിലമതിക്കുന്നവർ. പൊതുഗതാഗതത്തിന് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഉയർന്ന ആവശ്യം നിറവേറ്റാൻ കഴിയുമെന്ന് ഉറപ്പാക്കേണ്ടത് നിർണായകമായിരിക്കും. ഈ നിരോധനം വിജയകരമായി നടപ്പാക്കുന്നതിന് ശക്തമായ നയങ്ങൾ, പൊതു അവബോധ പ്രചാരണങ്ങൾ, എല്ലാവർക്കും
ഉപയോഗിക്കാൻ എളുപ്പമുള്ള സുസ്ഥിര ഗതാഗത ഓപ്ഷനുകളിലെ നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടെ വിശദമായ ഒരു പദ്ധതി ആവശ്യമാണ്. കുന്നുകളും നഗരഗ്രാമ വിടവുകളുമുള്ള കേരളത്തിന്റെ അതുല്യമായ ഭൂമിശാസ്ത്രത്തിനും ആരെയും ഒഴിവാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക പരിഹാരങ്ങൾ ആവശ്യമാണ്. കേരളത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നിരോധിക്കുന്നത് യാഥാർത്ഥ്യബോധമുള്ള ആശയമാണോ അതോ വെറും സ്വപ്നമാണോ? ഈ നയത്തിന്റെ ദീർഘകാല നേട്ടങ്ങൾ വ്യക്തമാണെങ്കിലും അത് സാധ്യമാക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ, പൊതുജന പിന്തുണ എന്നിവയിൽ ധാരാളം നിക്ഷേപം ആവശ്യമാണ്. അത് നേടാൻ കഴിയുമോ എന്നതല്ല, മറിച്ച് സമഗ്രവും പ്രായോഗികവും കേരളത്തിന്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അത് എങ്ങനെ ചെയ്യാം എന്നതാണ് വെല്ലുവിളി. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.